ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇവർക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് അടുത്തൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത്തവണ നമ്മൾ പോകാൻ പോണത് കൊച്ചി ടു പാമ്പൻ ബ്രിഡ്ജാണ്. പാമ്പൻ പാലം കാണാൻ പോവാണ് ഗൈസ്. ഇത് നമ്മുടെ ബാബുണ്ണനുണ്ട്, പിന്നെ നമ്മുടെ പുറകിൽ നമ്മുടെ വണ്ടിയും കിടപ്പുണ്ട്. നമ്മൾ BS6 സെഡോണിലാണ് ഇന്ന് പോകാൻ പോണത് ഗൈസ്. ഇതുവരെ ഇവന് ഗ്രാഫിക്സ് ഒന്നും അടിക്കാൻ പറ്റിയിട്ടില്ല, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് അടിച്ച് പവറാക്കുക ഗൈസ്. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലൈക്കാണ്. അപ്പോൾ വേഗം തന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കണ സ്ഥലം വൈറ്റ്ല ഹബ്ബാണ് ഗൈസ്. നമ്മുടെ വൈറ്റ്ല ഹബ്ബിൽ വന്നേക്കുവാണ്. ഇതാണ് നമ്മുടെ ഹബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വണ്ടി ഇന്ന് പാർക്ക് ചെയ്തായിരുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ ട്രാവലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് ഗൈസ്. അതാണെങ്കിൽ നമ്മൾ പേരൊന്നും മാറ്റിയില്ല, പേരൊക്കെ അങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. അപ്പോൾ ഈ വണ്ടിയിലാണ് ഗൈസ് നമ്മളിന്ന് ട്രിപ്പ് പോകാൻ പോണത്. ഈ വണ്ടിക്ക് പറ്റിയൊരു എഡിഷൻ നെയിം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് നോക്കി നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഗ്രാഫ് അടിക്കാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അതല്ല വൈറ്റ് മതിയെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏതായാലും ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ടെയിൽ ലാമ്പൊക്കെ ബ്ലാക്കാണ് ഗൈസ്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ സ്റ്റിക്കറും കാര്യങ്ങളൊന്നും ഇല്ല, സ്റ്റിക്കറൊക്കെ നമ്മൾ കളഞ്ഞതാണ്. ഈ വണ്ടി അടുത്ത ദിവസം സ്റ്റിക്കർ വർക്കിന് കയറുന്നതായിരിക്കും. അപ്പോൾ പറ്റിയ ഒരു എഡിഷൻ നെയിം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കിടക്കുമ്പോൾ പിക്സൽ വർക്ക് ചെയ്ത ക്യാബിനാണ്. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടിയുടെ അകത്തോട്ട് കയറാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പിക്സൽ വർക്കാണ്. പിന്നെ ഇത് നമ്മുടെ പൈനിയറിൻ്റെ സെറ്റ് വർക്കാണ് ഗൈസ്. ഇതിനകത്ത് മുഴുവൻ മൊത്തം പൈനിയറിൻ്റെ സ്പീക്കറും സാധനമൊക്കെയാണ് ഇരിക്കണത്. പിന്നെ ഇത് സ്ലിം ആയിട്ടുള്ള ക്യാബിനാണ്. പിന്നെ നമ്മുടെ ഭാരത് ബെൻസിൻ്റെ സീറ്റുണ്ട്. പിന്നെ ഡോട്ട് ലേസറൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ഞാൻ അകത്ത് കയറി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഡോട്ട് ലേസർ മയമാണ് ഗൈസ്. രാത്രിയാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ പിക്സൽ ലൈനൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണില്ല. മണ്ടവശം മുഴുവൻ പിക്സൽ ചെയ്തേക്കുവാണ്. നടുക്കൊരു ലോഗോയൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും പുറകിലായിട്ട് ഭയങ്കര വലിയ സബ്വൂഫറൊക്കെ കയറ്റിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, 6 സബ്വൂഫറിൻ്റെ വർക്കാണ് പുറകിൽ ചെയ്തേക്കണത്. പിന്നെ സൈഡിലൊക്കെ നമ്മുടെ ബെർത്തിൻ്റെ അവിടെയൊക്കെ നല്ല പഞ്ച് ബോക്സൊക്കെ കയറ്റിയിട്ടുണ്ട്. അടിപൊളി. ഇവിടെ ട്രാവലേഴ്സിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് സീറ്റ് ഇരുന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിക്സൽ വർക്ക് ആയതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വ്യൂ കിട്ടുന്നുണ്ട്. മറ്റേ തൂക്ക് ലൈറ്റ് ആണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ലൈറ്റൊക്കെ ഉള്ള കാരണം ഒരു സുഖമില്ല ഗൈസ്. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും സൈഡിലൊക്കെ അത്യാവശ്യം പഞ്ച് ബോക്സൊക്കെ അടിച്ച് കയറ്റി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പഞ്ച് ബോക്സിൻ്റെ കവറൊക്കെ അത്യാവശ്യം കൊള്ളാം ഗൈസ്. പിന്നെ ഫ്രണ്ടിൽ തന്നെ 2 സബ്വൂഫർ വെച്ചിട്ടുണ്ട്. അത് സിനിമയൊക്കെ ഇടുമ്പോൾ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ബാക്കിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും താഴെ ഇറങ്ങാം ഗൈസ്. അങ്ങനെ നമ്മുടെ വണ്ടി എടുക്കാൻ സമയമായിട്ടുണ്ട്. നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറൊക്കെ അടച്ച് പോയി വണ്ടി അങ്ങ് എടുത്തേക്കാം. ആൾക്കാരവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഏതായാലും ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമുക്ക് അകത്തോട്ട് കയറാം ഗൈസ്. ഇന്ന് നമ്മളേതായാലും ഇടിവെട്ട് പാട്ടൊക്കെ ആയിട്ടാണ് പോകാൻ പോണത്. ഓക്കെ ഗൈസ്, എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മുടെ ബാബുണ്ണൻ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് പോകാൻ നേരത്ത് നമ്മൾ കയറും. ഡോറൊക്കെ അടയ്ക്കാൻ പോവാണ് ഗൈസ്. ഡോറൊക്കെ അടച്ച് നമുക്ക് വയ്യ വണ്ടി എടുക്കാം. ഓക്കെ, ഡോറൊക്കെ അടച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ ക്യാബിനിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബാബുണ്ണൻ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ആയാലും വണ്ടി എടുത്തേക്കാം ഗൈസ്. നേരെ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. ആൾക്കാരൊക്കെ അവിടെ വെയിറ്റിങ്ങിലാണ്. അവർക്ക് ഡോട്ട് ലേസറുള്ള വണ്ടി വേണമെന്ന് പറഞ്ഞ കാരണമാണ് നമ്മൾ ഈ വണ്ടി കൊടുത്തത്. നമ്മുടെ ഹാക്കർ 2.0-ക്കകത്ത് ഡോട്ട് ലേസറൊന്നും ഇല്ല, അത് നമ്മൾ വെക്കാത്തതാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് ഡോട്ട് ലേസറുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിത് ആൾക്കാരൊക്കെ കയറുവാണ്. കയറിക്കോ വേഗം കയറിക്കോ എല്ലാവരും കയറിക്കോ. ഇന്ന് നമ്മളേതായാലും അടിച്ചു പൊളിച്ചാണ് ഗൈസ് നമ്മൾ പോകാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തേക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം പാട്ടിടാനായിട്ട്. അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനാണ്, അവർ തെറി പറഞ്ഞു കൊല്ലും. ഏതായാലും നമുക്ക് നേരെ പോകാം ഗൈസ്. അപ്പോൾ വീഡിയോക്ക് ഇച്ചിരി ലെങ്ത് കൂടി എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും പയ്യെ പാട്ടൊക്കെ ഇട്ട് പോകാം ഗൈസ്. നമ്മൾ പാട്ടിടാൻ പോവാണ്. ഓക്കെ,
പാട്ടിന്റെ താളത്തിൽ തുള്ളടി നല്ലോലം കിളിത്തില്ലാന ആവോർ പാട്ടിന്റെ താളത്തിലാണടി നാരായണ കിളിത്തില്ലാന പാട്ടിന്റെ താളത്തിൽ തുള്ളടി നല്ലോലം കിളിത്തില്ലാന ആവോർ പാട്ടിന്റെ താളത്തിലാണടി നാരായണ കിളിത്തില്ലാന കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കുമ്പേറും കിളിത്തില്ലാന മുഖത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാറ്റ കിളിത്തില്ലാന കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കൊമ്പേറും കിളിത്തില്ലാന മുഖത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാറ്റ കിളിത്തില്ലാന പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോലം കിളിത്തില്ലാന പാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോലം കിളിത്തില്ലാന നെഞ്ചിലെരിതിയേ എങ്കിലും നീയേ പുഞ്ചിരികളോടെ പോവതെങ്ങു ദൂരെ ചിന്തിയുറയുന്നേ വഞ്ചനത്തിയേ അംഗമതിലൂടെ പോവതെങ്ങു ദൂരെ അന്തരംഗം തേടും നീ രാമലീല ആര് ചെയ്ത പാപമെന്നു പേരിടുന്നു രാമ പിടിച്ച പോലെ എങ്ങു പാഞ്ഞിടുന്ന ലീല ആടുകേറി നീ ഒളിച്ചു കാത്തിരിക്ക രാമ സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ നാടുവിട്ടേ കാടേറും രാമലീല എങ്കിലും നീയേ പുഞ്ചിരികളോടെ ദൂരെ ചിന്തിയുറയുന്നേ വഞ്ചനത്തിയേ അംഗമതിലൂടെ പോവതെങ്ങു ദൂരെ
കാത്തിരിക്ക രാമ സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല പണ്ടു രാമൻ ശ്രീരാമൻ പോലെ നാടുവിട്ടേ കാടേറും രാമലീല എങ്കിലും നീയേ പുഞ്ചിരികളോടെ പോവതെങ്ങൂടെ വഞ്ചനത്തിയേ അംഗമതിലൂടെ പോവതെങ്ങൂടെ
ഗൈസ് അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഏകദേശം ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഇവിടുന്ന് ഇച്ചിരി ദൂരം കൂടി ഉള്ളു ഗൈസ് പാമ്പൻ പാലത്തിൻ്റെ അങ്ങോട്ട്. അവിടെ ഒരു തൂണൊക്കെ കാണുന്നുണ്ട് പാലത്തിൻ്റെ. അപ്പോൾ ഏതായാലും നല്ല വെടിക്കെട്ട് ട്രിപ്പായിരുന്നു. രണ്ടാമത് ആ പാട്ടിട്ടപ്പോൾ സബ് എല്ലാം ഓണാക്കി. അപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു സബ് കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു. അത് കാരണമാണ് നമ്മൾ സബ് കുറച്ചത് ഗൈസ്. അപ്പോൾ നമ്മൾ പാമ്പൻ പാലം എത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് വ്യൂ പോയിന്റ്. നമുക്കായാലും ഇവിടെ നിർത്താം ഗൈസ് വണ്ടി. ഇച്ചിരി കയറ്റത്തിലാണ്, എന്നാലും സാരമില്ല, ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ട് നിർത്താം. ഓക്കെ, ഇവിടെ കിടക്കട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് കാണുന്നതാണ് വ്യൂ പോയിന്റ്. ഞാൻ അതിൻ്റെ ഒരു ഡ്രോൺ ഷൂട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ വണ്ടിക്കിട്ട് ചെറിയ തട്ടും തൊഴിയൊക്കെ കിട്ടിയായിരുന്നു. ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോളും പോയ അവസ്ഥ വന്നു ഗൈസ്. ചെറുതായിട്ട് നമ്മളൊന്ന് സബ്വേയിലോട്ട് കയറ്റാൻ നോക്കിയതാണ്, അത് സാരമില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ വണ്ടിക്കിട്ട് ചെറിയ തട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ലിപ്പ് തട്ടി തന്നെയാണ് നിൽക്കണത്. പിന്നെ ലിപ്പ് 2 പ്രാവശ്യം തട്ടി. പിന്നെ പുറകിലൊരു തട്ട് കിട്ടിയിട്ടുണ്ട്, അത് ഇപ്പം കിട്ടിയതാണ്. അവൻ കൊണ്ടുവന്ന് ഇടിച്ച് പൊളിച്ചിട്ടിട്ടുണ്ട്. ഏതായാലും പൈസ വന്നിട്ടേ പോവുള്ളൂ, അല്ലാണ്ട് നമ്മൾ സമ്മതിക്കാമല്ലോ ഗൈസ്. നമ്മുടെ ടെയിൽ ലാമ്പൊക്കെ അവനെ ഒടിച്ച് നുറുക്കിയിട്ടുണ്ട്. ഇനി ആ ടെയിൽ ലാമ്പ് മാറേണ്ട വരും. ഏതായാലും അവൻ ഹസാഡൊക്കെ ഇട്ടിട്ട് ആളെ വിളിക്കാൻ പോയേക്കുവാണ്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഞാൻ ആ വ്യൂ പോയിൻ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ വണ്ടി ഓക്കെ. അപ്പോൾ ഞാനേതായാലും ഇതിൻ്റെ ഡ്രോൺ ഷൂട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ പാമ്പൻ പാലത്തിൻ്റെ ഡ്രോൺ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ തുറന്നിരിക്കുന്നത് പുതിയ പാലവും അപ്പുറത്ത് ആ ട്രെയിനൊക്കെ ഉള്ളത് രണ്ടാമത്തേത് പഴയ പാലമാണ് ഗൈസ്. വർഷങ്ങൾ പഴക്കമുള്ള സാധനമാണ് ഗൈസ്. അത് കാരണം ഡേഞ്ചർ ആയതുകൊണ്ട് പുതിയ പാലം പണിതു. അതാണെങ്കിൽ തുറക്കാൻ പറ്റും, മറ്റേത് തുറക്കാൻ പറ്റത്തില്ല ഗൈസ്. ഈ ഒരു പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിന് നടുക്കേ കൂടിയാണ് ഗൈസ്. തൂണിനൊക്കെ കണ്ടാൽ തന്നെ അറിയാം, ഒട്ടും പൊക്കമൊന്നുമില്ല. മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ട്രിപ്പിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കേ.